ഇന്ന് സദ്യവട്ടം പഴം പുളിശ്ശേരി തയ്യാറാക്കാം. അതിനായി ഒരു ഏത്തപ്പഴം എടുത്തു വെച്ചു, 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 5-6 കാന്താരി മുളക്. ഇത് തൈരൊഴിച്ച് അരച്ചെടുക്കണം. 2 പച്ചമുളക്, 3 കഷ്ണം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനം കടുക് പൊട്ടിച്ച് വഴറ്റിയെടുക്കണം. ഏത്തപ്പഴം കഷ്ണിച്ച് ആ കൂടെ വഴറ്റിയെടുക്കാം. നമുക്ക് പഴം പുളിശ്ശേരി തയ്യാറാക്കാം. ചീനിച്ചട്ടി അടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. 1/2 ടീസ്പൂൺ കടുകിടാം. ഉലുവ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടു. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ ഇതൊക്കെ പൊട്ടി. ഇനി പച്ചമുളക്, ഇഞ്ചി ഒക്കെ വഴറ്റുക. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം വഴന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുളിശ്ശേരി പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു പുളിശ്ശേരിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ആ ഏത്തപ്പഴം ഞുറുക്കി വെച്ചേക്കുന്നതും കൂടി അങ്ങ് ഇടണം. ഇതിങ്ങനെ വഴലട്ടെ. ഏത്തപ്പഴം എണ്ണയ്ക്കകത്ത് കിടന്ന് വഴന്ന് വെന്തു. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു. മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി. ഇനി തേങ്ങ തൈരൊഴിച്ച് അരച്ചേക്കുന്നങ്ങ് ഒഴിക്കാം. ഇത് നല്ല കുറുകിയിരിക്കും. വേറെ വെള്ളമൊന്നും ചേർക്കരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ടു. കുറച്ച് തൈരും കൂടെ ഒഴിക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. നല്ല കുറുകിയിരിക്കുന്നുണ്ടോ? പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു പുളിശ്ശേരിയാണിത്. നല്ല ടേസ്റ്റുമാണ്. ചെറുതായിട്ടൊന്ന് ചൂടാകാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ പഴം പുളിശ്ശേരി എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.